ഞാൻ പറയുന്നിടത്ത് നിനക്ക് ഹെഡ്സെറ്റ് എടുക്കുന്നുണ്ട്. അകത്തെ റൂമില്ല, അകത്തെ വീട്ടിൽ തന്നെ അകത്തെ റൂം ഞാൻ കിടന്നോളൂ. അതിൻ്റെ ഞാൻ തല വെച്ചിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അടിയിലായിട്ട് നോക്കുന്നു. നീ പോയിട്ടില്ല അവനോട് ചോദിച്ചാൽ നൈസായിട്ട് ലാഭം നമുക്കും തുടങ്ങിയ ഇല്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ പറയുന്ന പോകുന്നുണ്ടോ ആകത്തെ എത്ര സമയം കാണണം? 10-20 ക്ലിയർ കുറവാണ്. ഇതിന് ക്ലിയർ കുറവാണ്. നിൽക്കണം
Praise the Lord. Hallelujah. നമ്മുടെ വാത്സല്യ അമ്മച്ചിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുവാൻ വേണ്ടി നമ്മൾ സ്വഭവനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. തിരുസാന്നിധ്യം ഈ ഭവനത്തിൽ നാം അറിയുന്നു. നമ്മുടെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. ആമേൻ. ഇപ്പോൾ 90-ാം സങ്കീർത്തനം പാസ്റ്റർ ജോസ് വായിക്കും. സങ്കീർത്തനങ്ങൾ 90. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശനം വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്താൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളുടെയും നല്ല നടത്തിപ്പിനു വേണ്ടി ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ വചന വാക്കുകളും ആലോചനകളൊക്കെ ദൈവികമായ സമാധാനങ്ങളൊക്കെ ലഭിക്കപ്പെടുവാൻ നല്ല തുടക്കം നമ്മളിവിടെ കുറിക്കുകയാണ്. ആമേൻ. നല്ല പര്യവസാനം കർത്താവ് തരും. ആമേൻ. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാങ്കുട്ടി പ്രാർത്ഥിക്കും. നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ മാതാവിൻ്റെ ഭൗമ ശരീരവുമായി ഭവനത്തിൽ ഞങ്ങൾക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. ഒരായുസ് മുഴുവനും വളരെ പ്രത്യാശയോടെ മാതൃകപരമായി തൻ്റെ കടപ്പാടുകൾ നിർവഹിച്ച് ഈ ഭൂമിയിൽ വിജീവിച്ച ഞങ്ങളുടെ മാതാവിൻ്റെ നല്ല ജീവിതത്തെ ഓർത്ത്
ഞങ്ങളുടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെയും അനുഗ്രഹീതരായ ദൈവമക്കളുടെയും നല്ല സാന്നിധ്യത്തിനായി സ്തോത്രം. ദുഃഖിതരായ ഏവർക്കും അതൊരാശ്വാസവും ഒരു പ്രത്യാശയുടെ അനുഭവം ഉളവാകുവാൻ ദൈവം ഇടയാക്കണമേ. തുടർന്ന് ഞങ്ങളിവിടെ ക്രമീകരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും കർത്താവെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു നൂതനമായ അനുഭവം, ഒരു പ്രത്യാശയുടെ അനുഭവം, ഞങ്ങളും ഇതേ വഴിയിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്നുള്ള ബോധ്യതയിൽ നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്കായി സ്തോത്രം. ദൈവം കൊടുത്ത പ്രത്യാശയ്ക്കും നല്ല അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനം കൊണ്ടവരെ ആശ്വസിപ്പിക്കണമേ എന്നവിടുത്തിയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും യേശുവിനെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ മാതാവ് മെനഞ്ഞാന്ന് തിങ്കളാഴ്ച 6-ാം തീയതി പുലർച്ചെ 6 മണിക്ക് താൻ ഏറ്റവും പ്രിയം വെച്ച കർത്തൃ സന്നിധിയിൽ താൻ ചേർക്കപ്പെട്ടു. വേർപാട് വിഹരദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ദൈവിക സമാധാനം കൊണ്ട് നമ്മെ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഈ സമയം നമ്മുടെ പ്രിയങ്കരനായ നമ്മൾ ബഹുമാനിക്കുന്ന MLA ശ്രീ രാജു എബ്രഹാം കടന്നു വന്നിട്ടുണ്ട്. 2 വാക്ക് ഈ സമയം അനുസ്മരണം. അഭിവന്ദരായ പാസ്റ്റർമാരെ, സ്നേഹമുള്ളവരെ, വന്ധ്യമാതാവിൻ്റെ ആകസ്മികമായ വേർപാടിൽ കുടുംബാംഗങ്ങളുടെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് PYPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സാങ്കുട്ടി പാസ്റ്റർ അമ്മച്ചിയുടെ മരണവാർത്ത എന്നെ അറിയിച്ചത്. സീതത്തോട്ടിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അപ്പച്ചനുമായും അമ്മച്ചിയുമായും കുടുംബവുമായും ഏറ്റവും നല്ല ബന്ധം വെച്ച് പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ ഭവനത്തിൽ ഞാൻ എത്തിച്ചേർന്നിരുന്നു. ഏറ്റവും മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുകയും പ്രത്യേകിച്ച് IPC സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും വലിയ സംഭാവനകൾ നൽകുകയും ചെയ്ത ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ട റജി പാസ്റ്റർ ഇപ്പോഴും IPCയുടെ തലപ്പത്ത് പ്രവർത്തിക്കുകയും ആധ്യാത്മികമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളെയൊക്കെ നല്ലവണ്ണം വളർത്താൻ അപ്പച്ചനും അമ്മച്ചിയും നല്ല മാതൃകയാണ് കാഴ്ചവെച്ചത്. പ്രിയപ്പെട്ട രാജുവും സാംകുട്ടിയും ബോംബെയിൽ തങ്ങളുടെ ജോലിക്കൊപ്പം തന്നെ നല്ല ആധ്യാത്മിക പ്രവർത്തനം നടത്തുകയാണ്. ജോയ്കുട്ടിച്ചായൻ സീതത്തോട്ടിൽ എല്ലാവർക്കും മാതൃകയായി ഇന്ന് ജീവിതം നയിക്കുകയാണ്. ആ നിലയിൽ നമുക്കെല്ലാം മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വലിയ ജീവിതമാണ് പ്രിയമാതാവ്, ഈ കുടുംബം നമുക്ക് കാഴ്ചവെച്ചത്. അതെല്ലാം നമുക്ക് നല്ല വഴികാട്ടിയായി മാറട്ടെ. പ്രിയമാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, IPC സഭയുടെ അടക്കം സഭാംഗങ്ങൾ, നാട്ടുകാർ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അനുശോചനം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഭവനത്തിൻ്റെ ഞങ്ങളുടെ നന്ദി അറിയുന്നു. താങ്ക് യു സോ മച്ച് സാർ. തുടർന്ന് നമ്മുടെ ശുശ്രൂഷയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഇവിടുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് പുറത്ത് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഭൗതിക ശരീരം കൊണ്ടുപോകും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, തിരുസാന്നിധ്യം ഞങ്ങൾ അറിയുന്നു. ലോർഡ്, ഞങ്ങളുടെ ആയുസ്സിന്റെ ദൈർഘ്യം ഞങ്ങളുടെ പക്കൽ ഭദ്രമായിരിക്കുന്നു. എത്ര നാൾ ഞങ്ങൾ ഭൂമി ജീവിക്കുന്നു അതുവരേക്ക് ആവശ്യമായിട്ടുള്ള ജീവനും ഭക്തിക്കുള്ളതും ആയുരാരോഗ്യ സൗഖ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകുന്നു, ദാനമായി തരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി 85 വയസ്സുള്ള വ്യക്തിയായി നിത്യതയിലേക്ക് കടന്നുപോയല്ലോ. ഈ ദുഃഖാധരായിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവായ ദൈവമേ, പ്രത്യേകമായ സഹായങ്ങളും ബലങ്ങളും ശക്തിയും അവിടെ മേൽ പകരപ്പെടണം. അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്.
സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പ്രിയ കർത്താവായ ദൈവമേ, ശുശ്രൂഷയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾ ഭൗതിക ശരീരം ആമേൻ ഭവനത്തിന്റെ അകത്തുനിന്ന് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ശുശ്രൂഷ ഞങ്ങൾ ആരംഭിക്കാൻ പോകുമ്പോൾ നല്ല തുടക്കം ഞങ്ങളിവിടെ കുറിക്കുന്നു. തിരുസാന്നിധ്യം ഉടനീളെ പോരണമേ. നല്ല പര്യവസാനം എല്ലാ തലത്തിലും നൽകി നല്ല വചനങ്ങളും വാക്കുകളും എല്ലാം ഞങ്ങൾക്ക് ലഭിക്കപ്പെടണമേ. അങ്ങയുടെ ദാസന്മാരെ അതിനുവേണ്ടി ഉപയോഗിക്കണമേ. ആമേ, പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. എല്ലാ മഹത്വമാനങ്ങളും തൃപ്പാദവിടെ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയം കയറൊരു ആമേൻ ചരണം പാടും പാട്ടിന്റെ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവെന്റെ കയ്യിൽ തന്ന ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവെന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. താതൻ ചെയ്യുകയില്ല. അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ.
കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകത്തെ ഞാനോർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. ലോകത്തെ ഞാനോർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാൻ എന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാൻ എന്നേയുള്ളൂ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. സ്നേഹമേറിയിടുമെൻ രക്ഷ
പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ സംസ്കാര ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ പോകുന്നു. എല്ലാവരും തലകൾ വണക്കി കണ്ണുകടച്ച് അതുല്യ ദൈവ സാന്നിധ്യം ആത്മാവിലും ജഡത്തിലും നാം അറിയുന്നു. ആമേൻ. 85 വയസ്സുള്ള വ്യക്തിയായി നമ്മെ വിട്ട് നിത്യതയിലേക്ക് പറന്നുപോയ നമ്മുടെ വാത്സല്യ അമ്മച്ചിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുവാനുള്ള ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്ന ഒരു നല്ല തുടക്കം നമുക്ക് കുറിക്കാം. ദൈവമക്കളെല്ലാവരും ആമേൻ ചില നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിനും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവോട് ചേരുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. അത് അത്യുത്തമമായ കാര്യമാണെങ്കിലും വേർപാടിന്റെ ദുഃഖം നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തതുണ്ട്. അങ്ങനെങ്കിൽ ആ ദുഃഖം മാറ്റുവാൻ ആവശ്യമായിട്ടുള്ള വാക്കുകൾ, വചനങ്ങൾ, ചിന്തകൾ എല്ലാം കർത്താവ് ഈ ശുശ്രൂഷയിൽ ഉടനീളം നൽകി തരേണ്ടതിന്, എല്ലാം ആമേൻ അനുകൂലമാക്കി തീർക്കേണ്ടതിന്, കർത്താവിന്റെ ദാസന്മാരുടെ വരവ് തക്ക സമയത്ത് നൽകി ലഭിക്കപ്പെടുവാൻ ആ മാർഗ തടസ്സങ്ങൾ ഒരു തലത്തിലും ഒരു നിലയിലും ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടാകാതെ പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാകാതിരിക്കുവാൻ നല്ലൊരു പര്യവസാനം കർത്താവിന്റെ നാമം ഏറ്റവും മഹത്വമെടുക്കേണ്ടതിന് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ഇപ്പോൾ എല്ലാവരും ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദി പെന്തക്കോസ്റ്റൽ മിഷനിലെ കർത്തുദാസൻ പാസ്റ്റർ ജെയിംസ് പ്രാർത്ഥിച്ച് ആരംഭിക്കും. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ വിട്ട് കർത്താവേ സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ പ്രിയ മാതാവിനെ ചേർത്ത് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയ കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാവിന്റെ കർത്താവേ അടക്കാരുന്ന ശുശ്രൂഷ ഇവിടെ കർത്താവിൽ ആരംഭിപ്പാൻ തക്കവണ്ണ നല്ല സമയം ഞങ്ങൾക്ക് എല്ലാവിധത്തിലും കർത്താവ് ഒരുക്കി നൽകിയിരിക്കുകയാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഏറിയ വർഷങ്ങൾക്ക് മുമ്പേ കർത്താവായ യേശുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് കർത്താവെ നിന്റെ മാർഗത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ മാതാവിനെ ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം. ജീവിതത്തിൽ നേരിട്ട കഷ്ടങ്ങളിലെല്ലാം കർത്താവെ ഉയർച്ചയിലും താഴ്ചയിലുമെല്ലാം അവിടുന്ന് നല്ലവരെന്ന് രുചിച്ചറിയുവാൻ ജീവിതങ്ങൾ കൊടുത്ത ഭാഗ്യങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ നാമത്തിന് മകൾ കർത്താവെ സാക്ഷ്യമായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൊടുത്ത എല്ലാ കൃപയുടെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. അനുഗ്രഹപ്പെട്ട കുടുംബജീവിതം ദൈവം നൽകി മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും കണ്ട് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവെ സമൃദ്ധിയുടെ അനുഭവത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അന്ത്യത്തോളം പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ പ്രിയ മാതാവിനെ ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം, സ്തോത്രം. അന്ത്യനാളുകളിലും കർത്താവേ നിന്റെ കൃപ ഓരോ നിമിഷവും പ്രാപിച്ചുകൊണ്ട് നിന്റെ കൃപയുടെ സമൃദ്ധി അനുഭവിച്ച് പ്രത്യാശയോട് കർത്താവിൽ വിശ്രമിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ കർത്താവേ. ഇന്ന് ഇവിടെ നടത്തപ്പെടേണ്ട എല്ലാ ശുശ്രൂഷകളെയും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം, ദൈവദൂതന്മാരുടെ കാവല് സൂക്ഷിപ്പ്, അനുഗ്രഹത്തിന്റെ കർത്താവേ വലിയൊരു അളവ് കൂടാത്ത അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന ഏവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെയൊക്കെയും അവിടുത്തെ സർവകൃപാലുവായ ദൈവം ആശ്വാസം കൊണ്ട് തുറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന പോലെ നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല എന്ന് കർത്താവേ ഞങ്ങൾ അറിയുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം. നിത്യജീവനെ പ്രദാനം ചെയ്തിരിക്കുന്ന കർത്താവിൽ മുഴുവൻ അനുഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലം വ്യാപരിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചാട്ട്. ശുശ്രൂഷയ്ക്കായിട്ട് അവിടുത്തെ ദാസന്മാരെ കരങ്ങൾ ഉപയോഗിക്കും, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദയവായി ഇരിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വലിയ ദാസന്മാർക്കും ഈ പ്രിയ ഭവനത്തിലെ അമ്മച്ചിയുടെ മക്കൾ, കൊച്ചുമക്കൾ, ചാർച്ചക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ എല്ലാവർക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ പ്രിയരായിട്ടുള്ള എല്ലാവർക്കും കർത്താവും നമ്മുടെ രക്ഷിതാവുമായ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. മേലേത്ത് വീട്ടിൽ പരേതനായ ചാക്കോ ഫിലിപ്പോസിന്റെ സഹധർമ്മിണിയും ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കർമ്മയിൽ സഭാംഗവുമായ നമ്മുടെ വാത്സല്യ മാതാവ് മറിയാമ്മ ചാക്കോ തങ്കമ്മ 85 വയസ്സുള്ള വ്യക്തിയായി 6-ാം തീയതി മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് 6 മണിക്ക് താൻ പ്രിയം വെച്ച കർത്തൂസനിലേക്ക് ചേർക്കപ്പെട്ടു. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞൊരു എക്സലന്റ് വേർപാട്, ഇത്ര നല്ലൊരു വേർപാട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുല്യമായ ദൈവസാന്നിധ്യം തുളും നിൽക്കുന്ന ആ സന്ദർഭത്തിൽ തന്റെ അമർത്യയുടെ ആത്മാവ്
ആമേ തന്റെ മർത്യമായ ജഡത്തിൽ നിന്ന് വിട്ടുപോയി. അമ്മച്ചിക്ക് 8 മക്കളെ ദൈവം നൽകി. 4 ആൺമക്കളെയും 4 പെൺമക്കളെയും കൊച്ചുമക്കളെ കൊടുത്തു. ആമേൻ. സമൃദ്ധിയായിട്ടുള്ള അവളുടെ നല്ല സ്നേഹവും നല്ല നന്മയും ആരോഗ്യമുള്ള തലമുറകൾ, ആത്മീയതയുള്ള തലമുറകളെ കൊടുത്തു. വേണ്ടുവോളം ആവോളം സഫിഷ്യന്റായിട്ട് അവരുടെ സ്നേഹം ജീവിത സായാഹ്നത്തിലും അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. സ്തോത്രം. 57 വർഷം മുണ്ടൻപാറയുടെ ദേശത്ത് അവിടെ പാർത്തു. ദശാബ്ദങ്ങൾക്ക് മുമ്പേ കർത്താവിനെ സഹിപ്പാൻ അവർ ഇറങ്ങിത്തിരിച്ചു. ആമേൻ. ഇത്രത്തോളം നല്ലൊരു അനുഭവം ഈ തലമുറയായുള്ള ദൈവം നമ്മുടെ സങ്കേതമാണ്. ഈ തലമുറയിലും ഈ തലമുറയോട് ദൈവം കാണിച്ചു. ദൈവത്തെ സേവിക്കുന്നതിലും സേവിക്കാത്ത നമ്മുടെ വ്യത്യാസം ഈ തലമുറയിലും ആമേൻ ദൈവം വെളിപ്പെടുത്തി. ഈ സമയം ആമേൻ അനുസ്മരണങ്ങൾക്കുള്ള സമയമാണ്, വചന ശുശ്രൂഷകൾക്കുള്ള സമയവും. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ ദാസന്മാരും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ നിങ്ങൾ സമയത്തിന്റെ അപര്യാപ്തത നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സമയം ലഭിക്കപ്പെടുന്നവർ നിങ്ങൾ ഷോർട്ടായിട്ട് കട്ട് ചെയ്ത് മാത്രം വാനോളം വാത്തോരാതെ പറയുവാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ആഫ്റ്റർനൂൺ നമുക്കറിയാം ഈ സീസൺ റെയിനി സീസണാണ്, മഴ സീസണാണ്. അതൊക്കെ മനസ്സിലാക്കി ആമേൻ സ്തോത്രം നമ്മൾ പരിജ്ഞാനത്തോടുകൂടെ ആയിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരു ചരണം പാടും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി 2 വാക്ക് അനുസ്മരണം പറയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കർത്താവ് എനിക്ക് നൽകിയ അവസരത്തിനായി
ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രിയ മേലേതിൽ കുടുംബമായിട്ട് 24 പരം വർഷങ്ങളായി വളരെ ആത്മീയ ബന്ധമുള്ളൊരു കുടുംബമാണ്. അതിലുപരിയായി കർത്തൃദാസൻ പാസ്റ്റർ റജി മോൻസി അവറുകളോടും വളരെ ആത്മീയ ബന്ധം പുലർത്തുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി വളരെ അത്യാധ്വാനം ചെയ്ത് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ കർത്താവ് പ്രിയ മാതാവിന് കൊടുത്ത ദൈവകൃപയ്ക്കായി പ്രത്യാശയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ലോകത്തിൽ നമുക്ക് വേർപാട് വേദനയുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാനും യേശുവിനോട് കൂടുതൽ അടുക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുന്നു. എന്നാൽ വളരെ വേദനകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഒരുക്കുന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയായ കൊടുമൺ അങ്ങാടിക്കൽ ശാലേം IPC സഭയുടെയും കൊന്നപ്പാറയുള്ള ഉഴുമണ്ണിൽ കുടുംബത്തിന്റെയും പേരിലുള്ള എല്ലാ ദുഃഖവും ആശ്വാസവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യാവശ്യമായിട്ട് മടങ്ങിപ്പോകേണ്ടതുള്ളതാ കർത്താവിന്റെ ദാസന്മാരുടെ പേരുകൾ ഇവിടെ വിളിക്കുന്നു. ദി പെന്തക്കോസ്റ്റൽ മിഷനിലെ കർത്തൃ ശുശ്രൂഷകൻ ജെയിംസ്, അതിനുശേഷം IPC ബിച്ചുച്ചിറ സഭയിലെ ശുശ്രൂഷകൻ പാസ്റ്റർ ജെയിംസ്, IPC കല്ലേലിമുക്കിലെ പാസ്റ്റർ ജോസ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേക ഈ സന്ദർഭത്തിൽ സർവശക്തനായ ദൈവത്തെ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഈ നല്ല അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രിയ മാതാവിനെ കഷ്ടസമയത്ത് വന്ന് കാണുവാൻ ദൈവത്തിന്റെ കൃപയാൽ എനിക്കിവിടെ ആയിത്തീർന്നു. സഹോദരങ്ങളൊക്കെയും വന്ന് കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കുകയുണ്ടായി. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രിയ മാതാവിന്റെ മകൾ റോസമ്മ സഹോദരി ഉദിമൂട് ദി പെന്തക്കോസ്റ്റ് മിഷനിലെ സഭാംഗമാണ്. ഈ കഷ്ടവേളയൊക്കെ അറിഞ്ഞപ്പോഴും സഭയാകെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ ദൈവം നൽകിയുണ്ടായി. തക്ക സമയത്ത് ദൈവസന്നിധിയിൽ പ്രിയമാതാവിനെ ദൈവം ചേർത്ത് ഓർത്ത് ദൈവത്തെ വീണ്ടും വാഴ്ത്തുകയാണ്. മുമ്പേ പ്രാർത്ഥനയിൽ ഒരു വചനം ഓർത്ത് പറഞ്ഞതുപോലെ നീതിയുടെ മാർഗത്തിൽ അതിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാതയാകുന്നല്ലോ നീതിയുടെ മാർഗം. ആ മാർഗത്തിൽ പ്രിയ ദാസിക്കും യാത്ര ചെയ്യുവാനായി ദൈവത്തിന്റെ കൃപ കൊടുക്കുകയുണ്ടായി. ആകയാൽ മരണത്തിന്റെ ശക്തികളെ ജയിച്ചുകൊണ്ട് നിത്യജീവന്റെ അനുഭവം പ്രാപിപ്പാന് പ്രിയ മാതാവിനെ ദൈവം ഒരുക്കുകയുണ്ടായി. അത് വിലയേറിയപ്പെട്ട ഒരു സമ്പത്ത് തന്നെയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഈ ലോകം ക്ഷണഭംഗുരമാണ്, നശ്വരമാണ്. എന്നാൽ നശിക്കാത്ത നല്ല പ്രതിഫലങ്ങളെ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിൽ പ്രാപിക്കുക എന്നുള്ളത് വിലയേറിയപ്പെട്ട ജീവിതത്തിന്റെ അനുഭവം തന്നെയാണ്. അതിമഹത്തായ അനുഭവമാണത് മനസ്സിലാക്കി തരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭവനത്തിലും അതെ, എല്ലാവർക്കും വേർപാടിന്റെ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ മരണം ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ തക്കവണ്ണമാണ് ദൈവം തന്നിരിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്നവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദി പെന്തക്കോസ്റ്റ് മിഷൻ ഉദിമൂട് സഭയുടെയും സഭാവിശ്വാസികളുടെയും എല്ലാം അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ തരുന്നുകൊള്ളുന്നു. സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വാത്സല്യ മാതാവിന്റെ ദേഹവിയോഗ നിമിത്തമായിട്ട് ഭാരമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന വാത്സല്യ മക്കളോടും പ്രിയപ്പെട്ടവരോടും ഒരുമിച്ച് ഈ പ്രത്യേകമായ ഫെയർവെൽ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യ അമ്മച്ചിയുടെ ശാരീരികമായ പ്രയാസം നേരിട്ടതായ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വെച്ചുച്ചിറയിലുള്ളതായ IPC സഭ അവിടെയുള്ള കൂട്ടായ്മകളിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
പ്രിയ അമ്മച്ചിയുടെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത്, സാംകുട്ടി എന്ന് പറയുന്ന പ്രിയ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ബെച്ചുച്ചിറയിൽ നിന്നാണല്ലോ. ആ നിലയിൽ ഇന്ന് ഇവിടെ വരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. കൂടാതെ ഞങ്ങളുടെ പ്രിയ സഹോദരി മോൻസി, പാസ്റ്റർ ലാൻസൺ, കൂടാതെ വെച്ചുച്ചിറ APC സെന്റർ ട്രഷററായിരിക്കുന്ന പ്രിയ ബ്രദർ സാംകുട്ടി, ആ പ്രിയ കർത്തൃദാസനും ഈ ഭവനവുമായി ബന്ധമുള്ള പ്രിയപ്പെട്ടവരാകിയാൽ ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. APC വെച്ചുച്ചിറ സെന്ററിന്റെ ശുശ്രൂഷ വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് മാത്യു അവറുകൾ താൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടും തന്റെ പ്രത്യാശയുടെ വാക്കുകൾ പ്രത്യേകിച്ച് ഇവിടെ പങ്കുവെക്കുവാൻ തക്കവണ്ണം എന്നെ വിളിച്ച് താൻ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് APC വെച്ചുച്ചിറ സെന്റർ സഭകളുടെ, അവിടെയുള്ള എല്ലാ സഭകളുടെയും ശുശ്രൂഷകന്മാരുടെയും പേരിൽ, വിശേഷാൽ ഇപ്പോൾ വിദേശത്തായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ തോമസ് മാത്യു ആൻഡ് ഫാമിലി അവരുടെ പേരിലുള്ളതായ ദുഃഖം, പ്രത്യാശ ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ പങ്കുവെക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ വലിയ കൃപയും കർത്താവിന്റെ സഹായവും പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് പകരട്ടെ. വിശുദ്ധ പൗലോസ് ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ആ വരവെങ്കിൽ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. പ്രിയരെ, ഇവിടെ താൽക്കാലികരാണ് ഞാനും നിങ്ങളും എന്ന തികഞ്ഞ ദൈവാശ്രയ ബോധം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവിടെ ഞാനും നിങ്ങളും ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ഇവിടുത്തെ പൗരത്വമുള്ളവരാകുമ്പോൾ തന്നെ അപ്പുറത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്ന ആ വചനപ്രകാരം ദൈവമക്കളായി തീർന്ന പ്രിയപ്പെട്ടവരുടെ നിത്യ പൗരത്വം സ്വർഗമാണ് എന്ന യാഥാർത്ഥ്യം മറക്കരുത്. ഇവിടുത്തെ പൗരത്വം ശ്വാസം തീരുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡോക്ടേഴ്സ് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് വിലയില്ലാത്തതായി, നമ്മുടെ റേഷൻ കാർഡ് വിലയില്ലാത്തതായി, നമ്മുടെ ആധാർ കാർഡ് വിലയില്ലാത്തതായി, സകലവും വിലയില്ലാത്തതാകുമ്പോൾ നിത്യ പൗരത്വത്തിന്റെ ഉടമയാക്കി നമ്മെ തീർത്ത സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ആ നിത്യ നിയമത്തിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ പ്രിയപ്പെട്ടവരെ നിത്യ പൗരത്വത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണെന്ന് യാഥാർത്ഥ്യം മറക്കരുത്. ഈ നല്ല പ്രത്യാശയുള്ള വാത്സല്യമുള്ള പ്രിയപ്പെട്ടവർ, വാത്സല്യ മാതാവിന്റെ ദേഹവിയോഗ നിമിത്തമായി ഭാരമുണ്ടെങ്കിലും ഈ പ്രത്യാശയുള്ള താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള തന്റെ ശരീരത്തോട് അനുഭവമാക്കുമെന്ന ബോധ്യമുള്ള പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ, ഭക്തിയുള്ള ദൈവമക്കൾ തങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഭക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും പ്രാർത്ഥിക്കുമെന്ന വാക്കുകളോടുകൂടെ വിരാമം